പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിവസത്തെ അവസാനത്തെ ബോളിലുണ്ടായ ഒരു ഹിറ്റ് വിക്കറ്റ് അപ്പീലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മുഹമ്മദ് റിസ്വാനെതിരെയായിരുന്നു ആ അപ്പീൽ. അവസാന ബോൾ മുഹമ്മദ് റിസ്വാൻ ഒരു ഫീൽഡറുടെ അടുത്തേക്ക് അടിക്കുന്നു. ആ ഫീൽഡർ ആ ബോൾ കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് റൺ വേണ്ട എന്ന് തീരുമാനിച്ച റിസ്വാൻ വിക്കറ്റിനടുത്തേക്ക് തിരിയുന്നു. അപ്പോൾ ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ വിക്കറ്റ് തെറിക്കുന്നു. ഇത് കണ്ട കീപ്പർ അപ്പീൽ ചെയ്യുന്നു. പക്ഷേ അമ്പയർ ഇവിടെ നോട്ട് ഔട്ടാണ് വിധിച്ചത്. കാരണം റിസ്വാൻ ആ ബോൾ കളിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നതിനിടയിലോ കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ കളിച്ച ശേഷം ഉടനെ തന്നെ ആദ്യ റൺ ഓടാനുള്ള ശ്രമത്തിനിടയിലോ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് തെറിക്കേണ്ടത്. അതുമല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ വിക്കറ്റ് സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലായിരിക്കണം വിക്കറ്റ് തെറിക്കേണ്ടത്. മേൽപ്പറഞ്ഞ അവസരങ്ങളിലല്ലാതെ ഒരു തരത്തിലും ഹിറ്റ് വിക്കറ്റ് ആവുന്നതല്ല. ഈ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ബാറ്റ് കൊണ്ടോ ശരീരം കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ വിക്കറ്റ് തെറിച്ചാൽ മതി. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതൊന്നുമല്ല. അദ്ദേഹം ബോൾ കളിച്ച ശേഷം തിരിച്ചു നടക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ തിരിയുന്നതിനിടയിലാണ് വിക്കറ്റ് തെറിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബോൾ ഡെഡ് ആയതുകൊണ്ടല്ല, ബോൾ ഇവിടെ ഡെഡ് ആയിട്ടുമില്ല. നിയമപ്രകാരം അദ്ദേഹം നോട്ട് ഔട്ടാണ്.